ഇന്നലെ കളക്ടർ ചൊല്ലി നല്ല മഴ കാരണം മദ്രസയും സ്കൂളും ഇല്ലാന്ന്. എന്നിട്ട് സുബൈക്ക് ഡോർ തുറക്കുമ്പോൾ നല്ല വെയിൽ, എപ്പോഴുള്ളതിനെക്കാളും നല്ല വെയിൽ, സൂര്യൻ തിളങ്ങിയിട്ടുണ്ട്. ഞാൻ വെറുതെ നീഴലിൽ ഇങ്ങനെ കളിച്ചോണ്ടല്ലേ ഉണ്ടാനി. മതിലിൻ്റെ അട ഇലകളും വെയിലും തമ്മിൽ വെട്ടിത്തിളങ്ങുന്നുണ്ട്. നല്ല ചേലുള്ള മോർണിംഗ്. ഞാൻ ഈ വെയിൽ നോക്കിയിട്ട് എന്താക്കി നേരെ കിച്ചണിലേക്ക് പോയിട്ട് പാൽ ചായ കുടിച്ചിട്ടാകുമ്പോൾ ഒരു എനർജി വേറെ ലെവലാ. എന്നിട്ടും അതാ കല്ല് ഇട്ടിട്ടുണ്ട്. ഇന്നെന്ത് കടുമ്പ് എന്ത് തോന്നുന്നു എനിക്കറിയില്ല. എന്നിട്ട് ചോറ് അരക്കാനിടും. ചിലപ്പോൾ ഞാനിടും, ചിലപ്പോൾ ഉമ്മ ഇടും. മുന്നേ ഞാൻ എന്നെ ഇട്ടോണ്ടാണ്. ഇപ്പോൾ കുറേ ദിവസമായി ഉമ്മ എന്നെ ഇടുന്നത്. രാവിലെ ആകുമ്പോൾ ഒരു എളുപ്പമാക്കുമ്പോൾ ഒരു സന്തോഷം വേറെ തന്നെയല്ലേ. പുള്ളി മദ്രസക്ക് അല്ല സ്കൂൾ കഴിക്കുമ്പോൾ തിരക്കും. ഇപ്പോൾ ഉമ്മ എളുപ്പമാക്കുന്നുണ്ട്, എനിക്ക് ഭയങ്കര എളുപ്പമാകുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു ശ്വാസം മുട്ടുന്ന പോലെ ആവുന്നുണ്ട്. ഭയങ്കര എന്തോ ഇതായിട്ട് ചെയ്യുമ്പോഴേ ഭയങ്കര തലവേദന എടുക്കുന്നത്. എനിക്ക് സ്പീസായിട്ട് ചെയ്യണം, അപ്പോൾ നമുക്ക് നല്ല സമാധാനം ഉണ്ടാവും. ഇപ്പം ഉമ്മ എളുപ്പമാക്കുന്നത് കൊണ്ട് രാവിലെ എളുപ്പമാക്കുന്നുണ്ടല്ലേ, അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു സമാധാനം വേറെ തന്നെ. ചെല്ലെങ്കിൽ അറിയില്ല നിങ്ങൾ ബാക്ക്ഗ്രൗണ്ട് സൗണ്ടെല്ലാം കേൾക്കുന്നല്ലേ. എന്ത് വെച്ചെങ്കിൽ ഹസ്ബൻഡ് അനിയൻ്റെ ഓള് വന്നിന്. ഓളെ കുറേ ആൾ കേട്ടിന്, ഓളെ കാണുന്നില്ലല്ലോ എന്നിച്ചിട്ട് ഓൾ ഇന്നാലെ വന്നിട്ട് ഞാൻ ചായ കുടിച്ചിട്ട് അവിടെ തന്നെ ആലോചിച്ചു അവിടെ തന്നെ ഇരുന്ന്. എന്നിട്ട് പെട്ടെന്ന് എണിച്ചിട്ട് പോയി അവിടെ നിന്നെങ്കിൽ ആവലല്ലേ. എന്നിട്ട് നോക്കി രാത്രി നല്ല മഴ ഉണ്ടായിട്ട് എല്ലാം ഫുള്ള് ചളിയായിട്ടുണ്ട്. നോക്കല് നല്ല കണ്ടങ്ങ് അറിയും, ഫുള്ള് മണ്ണായിട്ടുണ്ട്. അതെല്ലാം കൊട്ടി ഞാൻ അടിച്ച് നിലം തോർത്തിനി. ഇന്ന് ഓള് വന്നല്ലേ, ഓള് തോർത്താന്ന് പറഞ്ഞിനി. അങ്ങനെ ഓൾ ഫസ്റ്റ് ഒരുന്ന് ഞാൻ തോർത്തും, ഒരുന്ന പിറ്റേന്ന് ഓൾ തോർത്തും. അങ്ങനെയാണ് നമ്മളെ പണികൾ. അങ്ങനെ മുന്നേ ഞാൻ എൻ്റെ പൊരൽ അങ്ങനെയൊക്കെ ആയിരുന്നു. മുന്നേ ഞാൻ നില മാത്രം തോർത്തിക്കോണം, വേറെ എന്ത് പണിയില്ലാഞ്ഞല്ലേ. ഫുഡെല്ലാം ഉമ്മലാക്കിക്കോണം. അപ്പോൾ ഇൻട്രസ്റ്റ് ആണ് അടിച്ചിട്ട് തോർത്തും പോലെ. ഇപ്പോൾ എന്ത് ഇൻട്രസ്റ്റ് ആയില്ല, മടുത്ത പോലെ. എന്നിട്ട് ഞാൻ കിച്ചണിലേക്ക് പോയി. അതാ റയ്യയും ഉമ്മയും കടുമ്പപ്പ ചുട്ടോണ്ടുണ്ട്. അപ്പോൾ നമ്മൾ മൂന്നാളും അടുക്കളയിൽ ഒത്തുകൂടിയപ്പോൾ ഒരു വൈബ് വേറെ തന്നെയായി. രണ്ടാളും കടുമ്പപ്പ ഉണ്ടാക്കുന്ന തിരക്കിലാണ് റയ്യയും ഉമ്മയും. അതിനിടയിൽ ഞാൻ പാത്രമെല്ലാം കഴുകിയിട്ട് കുറച്ചെല്ലാം ഒതുക്കിയിട്ട് വെച്ച്. കുറച്ച് പറഞ്ഞത് കുറച്ച് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഡബിൾ ആവുന്നത്, അങ്ങനെ ഞാൻ കുറച്ച് ചൊല്ലിയത്. പിന്നെ തറവാട്ടിലുണ്ടെങ്കിൽ അങ്ങനെയല്ലേ, അതൊരു വൈബ് തന്നെയല്ലേ, കഴുകിക്കോട് തുടച്ചോണ്ടിരിക്കുന്നത്. പിന്നെ റയ്യൻ എല്ലാവരും കേട്ടിട്ടുണ്ട്, ഓളെ കാണുന്നില്ലല്ലേ. ഓൾ കുറച്ച് ദിവസം വീട്ടിൽ പോയിട്ടുണ്ടാനി. ഇപ്പോൾ ഇന്നലെ വന്നത്. എന്നിട്ട് മോനെല്ലാം കേട്ടിനി. അപ്പോൾ വളരെ സന്തോഷം. ഇങ്ങനെ കേൾക്കുന്നുണ്ടല്ലേ, എല്ലാവരും ഇങ്ങനെ അന്വേഷിക്കുന്നുണ്ടല്ലേ, വളരെ സന്തോഷമുണ്ട്. എന്നിട്ട് ഞാൻ നേരെ പുറത്തേക്ക് പോയി തുണിയെല്ലാം നനയ്ക്കാൻ വിചാരിച്ചു. പിന്നെ നമ്മൾ പൂച്ചക്കുട്ടീനെ കണ്ടിട്ട് കുസൃതിയെല്ലാം കണ്ടിട്ട് അടഞ്ഞ ബാക്കിയായി. അതിനൊരു കളിയിൽ കണ്ടിട്ട് നോക്കിയിട്ട് അടഞ്ഞ ബാക്കി ഞാൻ നോക്കലതാക്കുന്നത്. 2 കീരിയും പാമ്പാല ഒരിക്കൽ നല്ല പെരുസത്തിലുണ്ട്, കുളിപ്പിച്ചോണ്ടല്ലേ ഇരിക്കുന്ന, നല്ല സ്നേഹം. ഇപ്പം എന്തെന്താ അടിപിടി പോലെ ഉണ്ട് രണ്ടും. കുറച്ച് കഴിഞ്ഞിട്ട് 2 കെട്ടിപ്പിടിച്ചിട്ട് ഉറങ്ങിയിട്ടും ഇരിക്കുന്നത്. എന്നിട്ട് ഞാൻ നോക്കിയിട്ട് പുറത്തേക്ക് നനക്കാൻ എന്നിട്ട് പോയി. എന്നിട്ട് ഇതാ നല്ല തണുത്ത കാറ്റെല്ലാം വരും. ചിലപ്പോൾ ഇപ്പോഴത്തെ വെയിൽ പോയിട്ടില്ലേ, കുറച്ച് കഴിയുമ്പോൾ നല്ല മഴ വരാൻ സാധ്യത ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ എനിക്കറിയില്ല. എന്നിട്ട് അവൻ പൂച്ചെൻ്റെ പയ്യനെ വരുന്നാവോ, അതിക്കെന്തോ വേണമെന്ന് തോന്നുന്നു. എന്നിട്ട് ഞാൻ പെട്ടെന്ന് നനച്ചിട്ടിട്ട് എനിക്ക് പണിയെല്ലാം പെട്ടെന്നാണോ അത് എന്തൊന്നും എനിക്ക് പെട്ടെന്ന് പണിയാവണം മുണ്ടാതിരിക്കാൻ വേണ്ടി. എന്നിട്ട് ഞാൻ പുറത്തത്തെ ജോലിയെല്ലാം ഒതുക്കിയിട്ട് നനച്ചിട്ടെല്ലാം ഉള്ളിലേക്ക് വന്ന് എന്നിട്ട് ബെഡ്ഷീറ്റെല്ലാം ഇട്ട് അപ്പോഴേക്കും കിച്ചണിൽ നിന്ന് കടുമ്പിൻ്റെ മണം വരുന്നുണ്ട്. പൂച്ചൻ്റെ കുഞ്ഞിനെ നാരെ ഞാൻ കാണിച്ചിട്ടല്ലേ, നോക്കില്ല എന്ത് ചെയ്യല, എന്ത് ക്യൂട്ട്. എനിക്ക് മുന്നേ പൂച്ചക്കുഞ്ഞ് ഇഷ്ടമില്ല, ഇപ്പം എന്തെന്താ കണ്ടിട്ട് ഇഷ്ടം. രാവിലത്തെ അപ്പം തിന്ന് വിശേഷം എല്ലാം പറഞ്ഞിട്ട് ഉച്ചക്കത്തെ ഊണിന് റെഡി ആയിക്കൊണ്ടുണ്ട്. ഉച്ചക്ക് മീൻ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കടങ്കല്ലിലേക്ക് തേങ്ങ ഇട്ടോണ്ട് നമ്മൾ 2 തരത്തിൽ മുളക് ഇടുന്നു. ഒന്ന് ഈ മുളക്, മറ്റ് വേറെന്തോ മുളക്, പിന്നെ കൊത്തമ്പാരി ഇട്ട്. എന്നിട്ട് എല്ലാം മറ്റേ ഇതിൻ്റെ ഉള്ളിൽ എന്തിൻ്റെ പേര് കടങ്കല്ലിൻ്റെ ഉള്ളിലേക്ക് ഇടാം. ഇത് ഫസ്റ്റത്തെ മക്കളാവാ കുഞ്ഞിൻ്റെ. അപ്പം ഞാൻ കാണിച്ചിട്ട് 2 അത് അനിയന്മാരുള്ളത് ഒരേപോലെ തന്നെ ഉണ്ടല്ലേ. ഇത് വെണ്ണൂറെല്ലാക്കിയിട്ട് ഫേസിനെ പെടുക്കാക്കിയിട്ടിട്ടേ. മഴ വരുന്നുണ്ടാവാം, മഴ നോക്കില്ല, മെല്ലഞ്ച് തന്നെ വരുന്നുണ്ട്. എന്നിട്ട് പകുതി ആക്കിയിട്ടാകുമ്പോൾ ടൊമാറ്റ നീരുള്ളെല്ലാം ഇട്ട് കുറേ മീൻ ഫ്രൈയും മറ്റേ വെണ്ടയ്ക്ക വറവും ഉണ്ടാക്കിയിട്ട് വെച്ചിന്. വെണ്ടയ്ക്ക തന്നെയല്ലേ ലേഡി ഫിംഗർ,
അതൊക്കെ റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ കടങ്ങലിന് എടുത്തിട്ടും കറിയും തിളപ്പിച്ച്. സത്യം പറഞ്ഞ വലിയ ആഡംബരങ്ങളോ വലിയ പൊരൊന്നുമല്ല ഒരു കുടുംബത്തിന്റെ സന്തോഷം. ഇതുപോലെ അമ്മായിയമ്മയും 2 മരുമക്കളും പരിഭവങ്ങളോ പരാതികളോ ഇല്ലാതെ പരസ്പരം മനസ്സിലാക്കി ഒക്കത്തെ പണിയെടുക്കുമ്പോൾ ആ വീടിനൊരു ഐശ്വര്യം അത് വേറെ തന്നെ. വേറെ എന്തിനും കിട്ടില്ല അല്ലേ? എല്ലാവരും ഒരു മനസ്സോട് ഐക്യത്തോടെ ഇരിക്കുന്നത് വീടൊരു സ്വർഗം തന്നെയാണ്. പറഞ്ഞു മോട്ടിവേഷൻ ആയോ ഒരു സംശയം അല്ലേ? ഞങ്ങൾക്കറിയില്ല. ഇന്നത്തെ തറവാട്ടിലെ കൊച്ചു കൊച്ചു വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ വീട്ടിലെ ഇത്തരം വിശേഷങ്ങളും കമന്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടമായാൽ എപ്പോഴും ചെല്ലുന്ന പോലെ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. വീണ്ടും ബൈ.